ഇക്ലോണി മണ്ടോക്കയിൽ കൂട്ടയോട്ടം സാറാ ജോസഫിന്റെ ഒരു ചെറുകഥയാണ്. ഇക്ലോണി മണ്ടോക്ക എന്ന ഒരു സാങ്കല്പിക രാജ്യം. അവിടുത്തെ പ്രസിഡന്റിന്റെ പേര് ഇസപ്പള്ള മനസ്സെന്നാണ്. അദ്ദേഹം ഇപ്പോൾ ഏകാന്തമായ ഒരു സ്ഥലത്ത് ഒളിച്ചു താമസിക്കുകയാണ്. ഈ നെയിംസ് ഇക്ലോണി മണ്ടോക്ക, ഉം, പിന്നെ ഈ പ്രസിഡന്റിന്റെ പേര്, ഇതൊക്കെ ഒരു കുട്ടിയിൽ നിന്നാണ് കിട്ടിയതെന്ന് കഥയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. ഈ പ്രസിഡന്റ് ഒരു കണ്ണാടിക്കും കമ്പ്യൂട്ടറിനും ഇടയിൽ വെച്ച് തൊട്ടു മുമ്പത്തെ സംഭവങ്ങൾ ഓർത്തെടുക്കുന്നു. ആ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം കുടുംബമെന്ന പ്രസ്ഥാനം പിരിച്ചുവിട്ടു. ഒരു വോട്ടെടുപ്പിലൂടെ ജനഹിതം അറിഞ്ഞ ശേഷമായിരുന്നു ഇത് ചെയ്തത്. അവിടെ വൈസ് ചാൻസലറുടെ ഭാര്യയും കർഷക തൊഴിലാളിയുടെ ഭാര്യയും ഒക്കെ ഒരേപോലെ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തു. വ്യത്യസ്ത ഭാഷാഭേദത്തിലാണ് അവർ അവരുടെ അഭിപ്രായം എഴുതിയതെങ്കിലും അതിനകത്തെ ആശയം ഒന്ന് തന്നെയായിരുന്നു. സാമ്പത്തിക അടിത്തറ മൂലം കുടുംബം ഉണ്ടാക്കാനുള്ള ഭൗതിക സാഹചര്യമില്ലായ്മ, സാംസ്കാരികമായ രീതി അനുസരിച്ച് വിവാഹം ജയിക്കേണ്ട ഒന്നാണെന്ന വാശി, ഇത് രണ്ടുമായിരുന്നു മണ്ടോക്കയിൽ നിലനിന്ന നഗ്ന സത്യങ്ങൾ. പ്രസിഡന്റ് കുടുംബം പിരിച്ചുവിടലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം സ്വന്തം കുടുംബം പിരിച്ചുവിട്ടുകൊണ്ടാണ് ഇത് തുടങ്ങി വെച്ചത്. കുട്ടികളുടെ സംരക്ഷണം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ അവരെ സ്വാതന്ത്ര്യമുള്ളവരായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. കുട്ടികൾ പൗരന്മാരായി. ഇതിൽ രണ്ട് മാസ്കുകൾ തമ്മിലുള്ള സംഭാഷണം നടക്കുന്നുണ്ട്. അതായത് മേക്കപ്പ് ഇട്ട് മാസ്ക് പോലെ ആയിത്തീർന്ന രണ്ട് രൂപങ്ങൾ തമ്മിലുള്ള സംഭാഷണം. അതിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും എങ്ങനെയാണ് ചിന്തിക്കുക എന്ന് അതിൽ കാണാം. ഈ സംഭവങ്ങൾ കഴിഞ്ഞ് പെണ്ണുങ്ങൾ ശാരീരിക ബന്ധത്തിന് വിസമ്മതിക്കുകയും എയ്ഡ്സ് വിമുക്ത സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഈ പുരുഷ മേധാവിത്വപരമായ ചില വേർഡ്സ്, അതായത് സ്ത്രീകൾക്ക് മാത്രം കൽപ്പിക്കപ്പെട്ട ചില ഇത്തരം വേർഡ്സിന്റെ പുല്ലിംഗങ്ങൾ കണ്ടുപിടിക്കാനും, അതേപോലെ ജാൻ എന്ന് പറഞ്ഞ വേർഡ് അതിന് തുല്യമായ ജാതി എന്ന പദങ്ങൾ എന്തുകൊണ്ടില്ല എന്നിവയൊക്കെ കണ്ടുപിടിക്കാനുമുള്ള ഗവേഷണങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. വിവാഹങ്ങൾ ഇല്ലാത്തതിനാൽ പണിയില്ലാതായി തീർന്ന ജ്യോത്സ്യന്മാർ ആശങ്കാകുലരാകുന്നു. അവിടെ കമ്പ്യൂട്ടറുകൾ കൂടുതൽ വ്യവസായം പോലെ ആവുന്നു. സദാചാരവാദികൾ ഒതുക്കപ്പെടുന്നു. ഇസപ്പുള്ള മനസ്സിനെ അന്ത്യക്രിസ്തുവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പള്ളി പാപബോധം വിളമ്പുന്നു. എങ്കിലും ദൈവവും ഗവൺമെന്റുമായി നേരിട്ടിടപെട്ട ജനങ്ങൾ അതിന് വഴങ്ങുന്നില്ല. അവസാനം ഒരു പൊട്ടിത്തെറി കൊണ്ട് പ്രസിഡന്റ് മരണപ്പെടുകയാണ്. എല്ലാം ഒരു ഇടവേളയ്ക്ക് ശേഷം പഴയതുപോലെയാക്കാൻ ഗവൺമെന്റ് തുനിയുന്നു. സ്ത്രീകൾ വീണ്ടും വീട്ടുജോലിയും പുരുഷന്മാർ അതിനെക്കുറിച്ച് ലേഖനം എഴുത്തും തുടങ്ങുന്നു. എന്നാൽ കുട്ടികൾ മാത്രം ഈ തിരിച്ചുപോക്കിന് തയ്യാറാകാതെ ഓടുന്നു. മാതാപിതാക്കൾ കൂടെ ഓടുന്നു. മാതാപിതാക്കളും കുട്ടികളും അല്ലാത്തവർ മാത്രം ഓട്ടത്തിൽ പങ്കെടുക്കാതെ നിൽക്കുന്നു. ഇത്രയുമാണ് കഥയുടെ ചുരുക്കം എന്ന് പറയാം. മനുഷ്യജീവിതത്തിന്റെ നൈസർഗികതയ്ക്ക് മേൽ ഏറ്റവും വലിയ നിയന്ത്രണം, ആ നിയന്ത്രണത്തെ എടുത്തു മാറ്റുന്ന തരം ഒരു പരീക്ഷണമാണിത്. സ്വാതന്ത്ര്യത്തിന്റേതും സോഷ്യലിസത്തിന്റേതുമായ ഒരു ലോകം അവിടെ പരീക്ഷണാത്മകമായി നിലവിൽ വരുന്നു. അവിടെ ആളുകൾ കൂടുതൽ ക്രിയേറ്റീവ് ആകുന്നു, സന്തോഷിക്കുന്നു. കുട്ടികൾ പുതിയ പുതിയ ആകാശങ്ങളിലേക്ക് തെന്നിമാറുന്നു. ഇടനിലക്കാരില്ലാത്ത ദൈവവുമായും ഗവൺമെന്റുമായും സംവദിക്കുന്ന അവിടെ ബ്രോക്കർമാർക്ക് പ്രസക്തി നഷ്ടപ്പെടുകയാണ്. പക്ഷെ അവരെ പേടിപ്പെടുത്തിക്കൊണ്ടാണ് പരയത്തിലേക്ക് നയിക്കുന്നത്. അതായത് ഇതിന്റെയൊക്കെ ബേസ് ഭയമാണ്. നിയന്ത്രണങ്ങളുടെ എല്ലാം അടിസ്ഥാന ഭയമാണ്. അങ്ങനെ ആ പ്രസിഡന്റിനെ കൊന്നുകൊണ്ടാണല്ലോ, അയാളെ ബോംബ് വെച്ച് കൊന്നുകൊണ്ടാണല്ലോ വീണ്ടും പരേതിലേക്ക് പോകുന്നത്. പക്ഷെ ഒരിക്കൽ സ്വാതന്ത്ര്യം രുചിച്ച കുട്ടികൾ അത് കൈവിടാൻ ഒരുങ്ങുന്നില്ല. എങ്കിലും പരമെ അവരുടെ പിറകെ കൊതുക്കുകയാണ്, അവർക്കൊപ്പം എത്താനല്ല, അവരെ വീണ്ടും തങ്ങളുടെ ചാണകക്കൊണ്ടിൽ പിടിച്ചെടുക്കാൻ. ഇല്ലാത്തതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പകരം കൊടുത്താലേ മനുഷ്യന്റെ നിലവിലുള്ള ചീഞ്ഞളിഞ്ഞ വികാര വിചാരങ്ങളെ പുറന്തള്ളത്തുള്ളൂ.